നമ്മുടെ മാർവലിൻ്റെ മാജിക്കുകാരനായ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ദേഹത്ത് വെനം കയറിയാൽ എങ്ങനെയുണ്ടാകും? അപ്പോൾ അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് പോകാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ആണെങ്കിൽ ഒരു തകർന്ന് പൊളിഞ്ഞ് കിടക്കുന്ന ഒരു ബാറിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് അവിടെ ആകെ എന്തോ പരിശോധിച്ചുകൊണ്ടിരിക്കെ എന്തോ ഒരു കറുത്ത സാധനം ഡോക്ടർ സ്ട്രേഞ്ചിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ വെനമാണ്. വെനമാണെങ്കിൽ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ദേഹത്ത് കയറി ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ശരീരം കൺട്രോളിലെടുക്കാൻ നോക്കുകയാണ്. പക്ഷേ ഡോക്ടർ സ്ട്രേഞ്ച് അതിനെ സമ്മതിക്കുന്നില്ല. തൻ്റെ മാജിക് പവർ കൊണ്ട് വെനത്തിനോട് ഫൈറ്റ് ചെയ്യുകയാണ് സ്ട്രേഞ്ച്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഈ വെനം ഉണ്ടായിരുന്നത് നമ്മുടെ സ്പൈഡർമാൻ്റെ ദേഹത്തായിരുന്നു. പിന്നീട് തൻ്റെ ദേഹത്തു നിന്ന് വെനത്തെ സ്പൈഡർമാൻ ഊരി വലിച്ചെറിഞ്ഞു. അങ്ങനെ ആ വെനം ചെന്ന് വീണത് നമ്മുടെ ഷീഹൾക്കിൻ്റെ ദേഹത്തേക്കും. പിന്നീട് സൂപ്പർ വില്ലനായ സേബർ ടൂത്ത് ഷീഹൾക്കിൻ്റെ ദേഹത്തെ വെനത്തിൻ്റെ ഒരു പീസ് അടിച്ചു മാറ്റിയിട്ട് ആ പീസ് എടുത്ത് ആ ബാറിലുണ്ടായിരുന്ന വോൾവറിൻ്റെ ദേഹത്തേക്ക് ഇട്ടു. വോൾവറിൻ്റെ ദേഹത്ത് വീണ വെനത്തിൻ്റെ മറ്റൊരു പീസാണ് ഇപ്പോൾ വളർന്ന് വലുതായി ഡോക്ടർ സ്ട്രേഞ്ചിനെ അറ്റാക്ക് ചെയ്യുന്നത്. ഈ വോൾവറിൻ്റെയും ഷീഹൾക്കിൻ്റെയും ദേഹത്ത് കയറിയ സമയത്ത് സിറ്റിയിൽ പലയിടത്തും വെനം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ജനങ്ങളും മറ്റുള്ളവരും എന്തോ ഒരു പിശാചാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും വോൾവറിനെയും ഷീഹൾക്കുമാണ് ആ പിശാച് എന്ന കാര്യം അറിയില്ല. അതുകൊണ്ട് തന്നെ സിറ്റിയിൽ പ്രശ്നമുണ്ടാക്കുന്ന പിശാച് ആരാണെന്ന് കണ്ടുപിടിക്കുവാനാണ് നമ്മുടെ സ്ട്രേഞ്ച് അന്വേഷിച്ച് ഇപ്പോൾ ആ ബാറിലേക്ക് വന്നത്. ഈ വോൾവറിൻ്റെയും ഷീഹൾക്കിൻ്റെയും ദേഹത്ത് വെനം കയറിയ കഥകളുടെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആ 2 വീഡിയോസും കൂടി കാണുക. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ആണെങ്കിൽ തൻ്റെ മാജിക് പവർ കൊണ്ട് എത്ര അറ്റാക്ക് ചെയ്തിട്ടും ആ അറ്റാക്കിൽ നിന്നെല്ലാം വെനം സിമ്പിളായി രക്ഷപ്പെട്ടത് കണ്ട് ഡോക്ടർ സ്ട്രേഞ്ച് തന്നെ ആകെ അത്ഭുതപ്പെടുകയാണ്. അങ്ങനെ പിന്നീട് വെനം ആ ബാറിൽ നിന്നും രക്ഷപ്പെട്ടു പോയെന്ന് വിചാരിച്ച് ഡോക്ടർ സ്ട്രേഞ്ച് തിരിച്ച് തൻ്റെ സാങ്ക്ടം സാങ്ക്ടോറം എന്ന കെട്ടിടത്തിലേക്ക് തിരിച്ചു ചെല്ലുകയാണ്. അവിടെ വെച്ച് ഡോക്ടർ സ്ട്രേഞ്ച് മറ്റൊരു വലിയ പ്രശ്നത്തിൽ അകപ്പെടുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ ആ കെട്ടിടത്തിൽ സൂപ്പർ വില്ലത്തിയും മാജിക്കുകാരിയും ആസ്ഗാർഡിയൻ സിറ്റിസണുമായ അമോറ എന്ന ഒരു പെണ്ണ് വന്നിരിക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ പുള്ളിക്കാരി ഓരോ തവണയും പല സ്ഥലങ്ങളിലേക്കും ചുമ്മാ ടൂറൊക്കെ പോയി ആ സ്ഥലങ്ങളിലേക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ സ്വന്തമാക്കി കൊണ്ടുപോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുതായി ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ തല വെട്ടി മാറ്റിയിട്ട് ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ആ തല ഒരു ട്രോഫിയായി തൻ്റെ സ്ഥലത്ത് സൂക്ഷിക്കുവാനാണ് അമോറയുടെ ലക്ഷ്യം. പിന്നെ ആ സാങ്ക്ടം സാങ്ക്ടോറം എന്ന കെട്ടിടം സ്വന്തമാക്കാനും അമോറയ്ക്ക് മറ്റൊരു ഉദ്ദേശവുമുണ്ട്. അങ്ങനെ ഇപ്പോൾ തൻ്റെ മാജിക് പവർ ഉപയോഗിച്ച് ഡോക്ടർ സ്ട്രേഞ്ചിനെ വശീകരിച്ച് ഡോക്ടർ സ്ട്രേഞ്ചിനെ കൊല്ലാനായി അമോറ പോയതും പെട്ടെന്ന് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ക്ലോക്ക് ഓഫ് ലെവിറ്റേഷൻ എന്ന ചുവന്ന തുണി പറന്നു വന്ന് അമോറയുടെ അടുത്ത് നിന്നും ഡോക്ടർ സ്ട്രേഞ്ചിനെ എടുത്തു മാറ്റി രക്ഷിച്ചു. മാത്രമല്ല ആ ഒരു സമയത്താണ് ക്ലോക്ക് ഓഫ് ലെവിറ്റേഷനിൽ വെനം ഇത്രയും നേരം ഉണ്ടായിരുന്ന കാര്യം ഡോക്ടർ സ്ട്രേഞ്ച് തിരിച്ചറിഞ്ഞത്. വെനം തൻ്റെ മൈൻഡും നേരത്തെ കൺട്രോളിൽ എടുത്തിരുന്നുവെന്നും അതുകൊണ്ടാണ് ക്ലോക്ക് ഓഫ് ലെവിറ്റേഷനിൽ വെനം ഉണ്ടായിരുന്നത് താൻ തിരിച്ചറിയാതെ പോയതെന്നും ഡോക്ടർ സ്ട്രേഞ്ചിന് മനസ്സിലാവുകയാണ്. മാത്രമല്ല ഇപ്പോൾ ഡോക്ടർ സ്ട്രേഞ്ചിനോട് നമുക്ക് ഒന്നിച്ച് ഈ പെണ്ണിനെ തോൽപ്പിക്കാമെന്നൊക്കെ വെനം പറയുകയാണ്. പക്ഷേ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ആണെങ്കിൽ തൻ്റെ മാജിക് പവർ ഉപയോഗിച്ച് ക്ലോക്ക് ഓഫ് ലെവിറ്റേഷനിലെ വെനത്തെ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഡോക്ടർ സ്ട്രേഞ്ച് മാറ്റിയിട്ട് ഒറ്റയ്ക്ക് അമോറയോട് ഫൈറ്റ് ചെയ്യുകയാണ്. ആ ഫൈറ്റിൻ്റെ ഇടയിലും നിനക്ക് നിൻ്റെ ഉള്ളിലുള്ള ദുരാഗ്രഹങ്ങളെ നിയന്ത്രിക്കുവാൻ സാധിക്കില്ല എന്നും അമോറ അവളുടെ ആ മാജിക് പവർ ഉപയോഗിച്ച് നിൻ്റെ ആഗ്രഹങ്ങളെ പുറത്തു കൊണ്ടുവന്ന് നിന്നെ അറ്റാക്ക് ചെയ്ത് ഇല്ലാതെയാക്കുമെന്നും തൻ്റെ സഹായമുണ്ടെങ്കിൽ നിനക്ക് അവളെ തോൽപ്പിക്കുവാൻ സാധിക്കുമെന്നും തന്നെ റിലീസ് ചെയ്യുവാൻ വെനം ഡോക്ടർ സ്ട്രേഞ്ചിനോട് പറയുകയും ചെയ്യുന്നു. എന്നാൽ ആദ്യമൊന്നും ഡോക്ടർ സ്ട്രേഞ്ച് വെനം പറഞ്ഞതിനോട് യോജിച്ചില്ലെങ്കിലും പിന്നീട് വെനം പറഞ്ഞത് ശരിയാണെന്ന് ഡോക്ടർ സ്ട്രേഞ്ചിന് തിരിച്ചറിവുണ്ടാവുകയാണ്. അങ്ങനെ തൻ്റെ ഐ ഓഫ് അഗമോട്ടോയിൽ ഒരിക്കലും തുടരരുതെന്ന് പറഞ്ഞ് വെനവുമായി ഒരു ഡീലുണ്ടാക്കി വെനത്തെ തൻ്റെ ശരീരത്തിലേക്ക് ഡോക്ടർ സ്ട്രേഞ്ച് കയറ്റുകയാണ്. അങ്ങനെ വെനത്തിൻ്റെ സഹായത്തോടെ അമോറയോട് നന്നായി ഫൈറ്റ് ചെയ്യുവാൻ ഡോക്ടർ സ്ട്രേഞ്ചിന് സാധിക്കുകയാണ്. ആ ഫൈറ്റിൻ്റെ അവസാനം ഭാഗ്യത്തിന് വെനം അമോറയെ തിന്നാൻ പോയ സമയത്ത് തന്നെ അമോറ അവിടുന്ന് ടെലിപ്പോർട്ടായി രക്ഷപ്പെട്ടു. ഇപ്പോൾ തൻ്റെ ശരീരത്തിലുള്ള വെനത്തിന് തൻ്റെ ശരീരം ഉപയോഗിച്ച് തന്നെ തൻ്റെ മാജിക് പവേഴ്സിനെ കൺട്രോൾ ചെയ്യാനും ഉപയോഗിക്കാനും സാധിക്കുമെന്ന് കണ്ട് ഡോക്ടർ സ്ട്രേഞ്ച് അത്ഭുതപ്പെട്ട് നിൽക്കെ നേരത്തെ നീയുമായി ഉണ്ടാക്കിയ ഡീല് താൻ മാറ്റുകയാണെന്നും താൻ നിൻ്റെ ഐ ഓഫ് അഗമോട്ടോ സ്വന്തമാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഐ ഓഫ് അഗമോട്ടോയിൽ തൊടാനായി വെനം പോയതും ഡോക്ടർ സ്ട്രേഞ്ച് അതിന് സമ്മതിക്കുന്നില്ല. ഐ ഓഫ് അഗമോട്ടോയുടെ പവർ ഉപയോഗിച്ച് തന്നെ തൻ്റെ ശരീരത്തിൽ നിന്നും വെനത്തെ ഡോക്ടർ സ്ട്രേഞ്ച് പുറത്താക്കുകയാണ്. അപ്പോൾ തന്നെ എനിക്ക് നിൻ്റെ ഒരു സാധനവും വേണ്ട എന്നും താൻ ഇവിടെയുള്ള മറ്റാരെങ്കിലും ഹോസ്റ്റ് ആക്കിക്കൊള്ളാമെന്ന് ഡോക്ടർ സ്ട്രേഞ്ചിനോട് പറഞ്ഞ് വെനം അവിടുന്ന് പോകാനായി തുടങ്ങിയതും അപ്പോൾ തന്നെ നീ തൻ്റെ കൺമുന്നിൽ നിന്ന് ഒരിടത്തും പോകില്ല എന്ന് പറഞ്ഞ് ആ മുറിയിൽ നിന്നും പുറത്ത് കടക്കാനാവാതെ വെനത്തെ ഡോക്ടർ സ്ട്രേഞ്ച് മാജിക് ഉപയോഗിച്ച് പൂട്ടുകയാണ്. അന്നേരം തന്നെ ഡോക്ടർ സ്ട്രേഞ്ചിനെ വീണ്ടും വെനം അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ വെറുതെ അടിപിടി കൂടണ്ട എന്നും
അപകടകരമായ കാര്യങ്ങൾ തനിക്ക് സംഭവിക്കാൻ പോകുമ്പോൾ നിനക്ക് തൻ്റെ ശരീരത്തെ കൺട്രോളിൽ എടുക്കാമെന്നും അതിന് നിനക്ക് സമ്മതമാണെങ്കിൽ എൻ്റെ ശരീരത്തിനുള്ളിൽ തന്നെ ഇരുന്നോളാൻ ഡോക്ടർ സ്ട്രേഞ്ച് വെനത്തിനോട് പറഞ്ഞതും ഡോക്ടർ സ്ട്രേഞ്ച് പറഞ്ഞത് വെനം അനുസരിക്കുകയാണ്. വെനമെങ്ങാനും തൻ്റെ കെട്ടിടത്തിലുള്ള ആളുകളെയോ അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളെയോ കൺട്രോളിലെടുത്ത് പ്രശ്നമുണ്ടാക്കാതിരിക്കുവാനാണ് സ്ട്രേഞ്ച് അങ്ങനെ ചെയ്തത്. അങ്ങനെ പിന്നീട് അവിടെ നിൽക്കുന്ന ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ അടുത്തേക്ക് മാർക്ക് സ്പെക്ടർ എന്ന ഒരാൾ വരികയാണ്. ഈ മാർക്ക് സ്പെക്ടറാണ് നമ്മുടെ മൂൺ നൈറ്റ്. പുള്ളിക്കാരൻ ഇപ്പോൾ വന്നിരിക്കുന്നത് മിഡ് നൈറ്റ് മിഷൻ എന്ന എന്തോ ഒരു പരിപാടിയിൽ തന്നെയും ബാക്കിയുള്ളവരെയും സഹായിക്കണമെന്ന് ഡോക്ടർ സ്ട്രേഞ്ചിനോട് പറയുവാൻ വേണ്ടിയാണ്. അതോടുകൂടി ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്.